CBSE പഠിക്കുന്ന നമ്മുടെ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. വളരെ ലൈറ്റായ രീതിയിൽ മെയിൻലി ഞാൻ മലയാളി കുട്ടികളെയാണ് ഉദ്ദേശിച്ചത്. CBSE സിലബസിലെ 6th സ്റ്റാൻഡേർഡിലെ സയൻസ് പഠിക്കാൻ ഫസ്റ്റ് ഡേ ആയിട്ട് സയൻസിലെ ചാപ്റ്റർ 3 ഫൈബർ ടു ഫാബ്രിക് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫാബ്രിക്സ് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വെയർ ചെയ്യുന്ന ഡ്രസ്സ് ഇതാണ് ക്ലോത്ത്, ഇതാണ് ഫാബ്രിക്സ്, നത്തിങ് ബട്ട് ഫാബ്രിക്സ്. ഈ ഫാബ്രിക്സിൻ്റെ ഹിസ്റ്ററി എന്തായിരുന്നു, എങ്ങനെയാണ് ഈ ഫാബ്രിക് ഉണ്ടാവുന്നത്, ഫൈബർ എന്താണ്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ പണ്ടത്തെ ആൾക്കാരുടെ ജംഗിൾസിലൊക്കെ ആൾക്കാർ താമസിക്കുമ്പോൾ അവർ ബിഗ് പ്ലാന്റ്സിൻ്റെ ലീവ്സും ട്രീയുടെ ബാർക്കും ആനിമൽസിൻ്റെ സ്കിന്നും അങ്ങനെയൊക്കെയായിരുന്നു അവർ ബോഡി പാർട്സ് കവർ ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. പിന്നെ അവർ കമ്മ്യൂണിറ്റി ആയി ലിവിങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു, കൾട്ടിവേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവർ കോട്ടൺ പ്ലാന്റ് കണ്ടുപിടിച്ചു. അങ്ങനെ കോട്ടൺ കണ്ടുപിടിച്ച് അവരുടെ ബ്രെയിൻ്റെ ഐഡിയാസൊക്കെ എടുത്ത് അവരതിന് യാണൊക്കെ ആക്കി അങ്ങനെ ക്ലോത്തൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ നമ്മളിപ്പോൾ യൂസ് ചെയ്യണ ഈ ഡ്രസ്സിലേക്കൊക്കെ അത് എത്തി വന്നത്. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഗംഗാ നദിയുടെ തീരത്തുള്ള കോട്ടൺ പ്ലാന്റ്സ് ആയിരുന്നു അതിന് ഹെൽപ്പ് ചെയ്തത്. ഈജിപ്തിലൊക്കെ കോട്ടൺ പ്ലാന്റ്സിന് പുറമെ ഫ്ലാക്സ് പ്ലാന്റിൻ്റെ സീഡൊന്നും അവരിതുപോലെ ഫാബ്രിക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതാണ് ചരിത്രം. എന്നിട്ട് നമ്മൾ ക്ലോത്തൊക്കെ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴും ആദ്യമൊന്നും സ്റ്റിച്ചിങ് മെഷീനോ നീഡിൽസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, അവർക്കത് കട്ട് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഷേപ്പിലും സൈസിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. സോ വാട്ട് ദേ ഡിഡ്, ദേ ജസ്റ്റ് റാപ്പ് ദ ക്ലോത്ത് അറൗണ്ട് ദിയർ ബോഡി പാർട്സ്. പിന്നെ ആഫ്റ്റർ ദ ഇൻവെൻഷൻ ഓഫ് sewing machines and needles, people start cutting the cloth into different shapes and size, and so that now we are able to wear very beautiful dress. അപ്പോൾ let us see എന്താണ് ഈ ഫാബ്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ തുണി ഷോപ്പിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ കാണും വലിയ റോളിൻ്റെ മുകളിൽ റോൾ ചെയ്ത് വെച്ചതിനാണ് ഫാബ്രിക്സ്. നമ്മളതിന് ഡ്രസ്സായി കഴിഞ്ഞാൽ നമ്മൾ പറയും ചുരിദാർ, സാരി ഓൾമോസ്റ്റ് ക്ലോത്താണ്, ചുരിദാർ, മിഡി, ടോപ്പ്, പൈജാമ, അങ്ങനെ പല നെയിംസും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മളതിന് സ്റ്റിച്ചിങ് മെഷീനിലൊക്കെ ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ക്ലോത്തിനെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ക്ലോത്ത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഫാബ്രിക് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് യാൺസ് അറേഞ്ച്ഡ് ടുഗദർ. യാൺസ്, YARNS, യാൺസ് പരസ്പരം ടൈറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ്, കറക്റ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരിങ്ങനെ ഇൻ്റർമിങ്കിൾ ചെയ്തിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്രസ്സിൻ്റെ നമുക്കിങ്ങനെ കാണുമ്പോൾ പ്ലെയിനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഇത് പല ത്രെഡുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, നമ്മൾ ഈ ഇടുന്ന ഡ്രസ്സിൻ്റെ ഉള്ളിൽ. ആ ത്രെഡുകൾ ടൈറ്റ്ലി അറേഞ്ച് ടുഗെദറാണ്. അങ്ങനെയാണ് ഈ സ്മൂത്ത് പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ യാൺസ് നമുക്ക് ആ ക്ലോത്തിൽ നിന്ന് വേണമെങ്കിൽ ഓരോ യാൺസായിട്ടും ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇനി അങ്ങനെ വലിച്ച് പുറത്തെടുത്ത് ഒരു യാണിനെടുത്ത് ആ യാണിനെ തന്നെ നമുക്കൊന്ന് കൈമ അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതും സ്പ്ലിറ്റ് ചെയ്ത് വരും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന സ്ട്രാൻഡ്സ് ഉണ്ടാവും. ഈവൻ ആ തിൻ സ്ട്രാൻഡിനെ നമ്മൾ ഒന്നും കൂടി ത്രെഡ് ചെയ്തിട്ട് അത് സ്റ്റിൽ തിന്നർ ത്രെഡ്സ് കൊണ്ടാണ് ഉണ്ടാക്കി. അതിനെയാണ് നമ്മൾ പറയുക ഫൈബർ. ഈ ഫൈബർ ബേസിക്കലി എവിടെ നിന്നാണ് വന്നത്? ഈ ഫൈബർ 2 ടൈപ്സ് ഓഫ് ഫൈബർ ഉണ്ട്, അതായത് നാച്ചുറൽ ഫൈബറും സിന്തറ്റിക് ഫൈബറും. വേർഡ് മീനിങ് പോലെ നാച്ചുറൽ ഫൈബേഴ്സ് കെയിം ഫ്രം ദ എർത്ത്, സിന്തറ്റിക് ഫൈബേഴ്സ് ആർ മാൻ മെയ്ഡ്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നാച്ചുറൽ ഫൈബേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ നാച്ചുറൽ ഫൈബർ, അതാണ് ഫസ്റ്റ് മെയിനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. The fibers we are obtained from plants and animals is called natural fibers, and the fibers we are obtained not from plants and animals are called synthetic fibers. The example of natural fiber is cotton, jute, silk, wool. The example for synthetic fiber is polyester, nylon, etc.
This natural fibers we will get either from animals or plants. So from plants we used to get cotton and jute. From animals we will get silk and wool. You know silkworm. Silkworm is the animal which is producing the silk sarees. Silk. From out of that we are making silk sarees, silk dresses and all. Similarly, from the hairs of the animals or from the skins of the animals, there we are making so many clothes. That is also called naturally obtained from animals. That is also a natural fiber. That is the difference. Okay. So all other fibers we are get not from plants or animals are called synthetic fibers. Very easy. Okay. So cotton we will get from the fruit of the cotton plant and jute we will get from the bark of the jute plant. Similarly, silk we will get from animal, wool we will get from animals. Okay, we will use animals skin or fur, hair and all where we used to make the threads, and accordingly we could able to make it fabrics. Here in this chapter we will mainly discussing about some plant fibers. What are the plant fibers? Cotton and jute. Okay, so we could find out how cotton is becoming to a fabric or how a jute is becoming to a fabric. Next നമുക്ക് cotton plants നെ പറ്റി നോക്കാം. Cotton plants normally cotton plants ന്റെ seeds എന്നാണ് നമുക്ക് cotton കിട്ടുക. Cotton plants majority grow ചെയ്യുക ബ്ലാക്ക് സോയിൽ ഏരിയകളിലാണ്. ക്ലൈമറ്റ് അവിടുത്തെ വാം ക്ലൈമറ്റ് ആയിരിക്കണം. ബ്ലാക്ക് സോയിൽ റീജിയണിലാണ് കോട്ടൺ പ്ലാന്റ്സ് നോർമലി നല്ല വൈഡായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ദ ഫ്രൂട്ട്സ് ഓഫ് ദ പ്ലാന്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ സീഡ്. ഫ്രൂട്ട് ഓഫ് ദ പ്ലാന്റ് റൈപ്പൻ ചെയ്തിട്ടാണ് ഈ കോട്ടൺ ഒരു ചെറിയ ലെമൺ ചെറുനാരങ്ങയുടെ സൈസിലാണ് ഈ കോട്ടൺ സീഡ്സ് ഉണ്ടാവുക. അതിന് കോട്ടൺ ബോൾസ് എന്നാണ് പറയുക. ദ കോട്ടൺ ബോൾസ് എല്ലാം മെച്യൂർ ആകുമ്പോൾ അതിൻ്റെ ഷെല്ല് ബ്രേക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വൈറ്റ് കളറുള്ള കോട്ടൺ, നമ്മൾ കോട്ടൺ എന്ന് പറഞ്ഞാൽ സംതിങ് ലൈക്ക് നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ നമുക്ക് മുറിയൊക്കെ വന്നാൽ നമ്മളൊരു കോട്ടൺ വെച്ച് കിട്ടില്ലേ, സെയിം ലൈക്ക് ദാറ്റ്. ആ പ്ലാന്റിൽ നിന്ന് വരുന്ന കോട്ടനും അങ്ങനെയാണ്. അപ്പോൾ ആ സീഡിൻ്റെ ലെമൺ സൈസ് സീഡിൻ്റെ ഔട്ടർ കവറിങ് ബേസ്റ്റ് ചെയ്യും മെച്യൂർ ആകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ കോട്ടൺ ഇങ്ങനെ പുറത്തേക്ക് വരും. അങ്ങനെ ആ ഒരു കോട്ടൺ പ്ലാന്റേഷൻ്റെ ഏരിയയിലെല്ലാം സീഡൊക്കെ ഇങ്ങനെ ഫുൾ ഫൈബറായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു സ്നോ കിടക്കണ പോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ആ ഒരു ഏരിയ. കാരണം ആ വൈറ്റ് സ്നോ പോലെയാണ് കോട്ടൺ ഉണ്ട്. അപ്പോൾ കോട്ടൺ നമ്മൾക്കിപ്പോൾ നോർമലി നമ്മൾ ആക്ടിവിറ്റിക്കൊക്കെ നമ്മൾ സ്നോ ഉണ്ടാക്കുക കോട്ടൺ ബോൾസ് വെച്ചിട്ടല്ലേ. അപ്പോൾ അതേപോലത്തെ റിയൽ ഒരു ഫീലിങ്ങും അങ്ങനെ തന്നെയാണ് കോട്ടൺ പ്ലാന്റേഷനുകളിൽ. ഇനി ഈ ഫൈബേഴ്സാണ് ഈ കോട്ടൺ ഈ ബോളിൽ നിന്ന് ഇങ്ങനെ എടുക്കണ്ടേ. അപ്പോൾ ആ സീഡിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും അതിന് ആ സീഡിൻ്റെ ഉള്ളിൽ നിന്ന് ഹാൻഡ് യൂസ് ചെയ്തിട്ടോ മെഷീൻ യൂസ് ചെയ്തിട്ടോ എടുത്തിട്ടാണ് ഗിന്നിങ്, GINNING, ഗിന്നിങ് ഓഫ് കോട്ടൺ ബൈ കോമ്പിങ്. അതിനെ പറയുക കോമ്പിങ് പ്രോസസ്സിലൂടെയാണ്. ഇങ്ങനെ കോമ്പ് ചെയ്യുക, അതായത് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. The process of separating this fiber from the seed by combing is called ginning of cotton. നോർമലി ഈ പ്രോസസ്സ് നമ്മുടെ കൈ വെച്ചിട്ടാണ് ചെയ്യുക. ബട്ട് ബൾക്ക് ആകുമ്പോൾ കൈ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നൗ ഡേയ്സ് ഈവൻ മെഷീൻസ് ആർ യൂസിങ് ഫോർ ഗിന്നിങ് ഓഫ് കോട്ടൺ. ഇനി എന്ത് ചെയ്യും? ജൂട്ടാണെങ്കിലോ, ജൂട്ട് ഉണ്ടാവുക ഞാൻ പറഞ്ഞല്ലോ, ജൂട്ട് പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൽ നിന്നാണ് നമ്മൾ ജൂട്ട് എടുക്കുക. കോട്ടൺ പ്ലാന്റിൻ്റെ സീഡിൽ നിന്നാണ് നമുക്ക് കോട്ടൺ കിട്ടിയത്. ബട്ട് ജൂട്ട് പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൽ നിന്നാണ് നമുക്ക് യാണ് കിട്ടുക, ഫൈബർ കിട്ടുക. കോട്ടൺ പ്ലാന്റ്സ് വളരെ വാമായിട്ടുള്ള ക്ലൈമറ്റിൽ ബ്ലാക്ക് സോയിലിൽ ഉണ്ടാവുമ്പോൾ ജൂട്ട് പ്ലാന്റ് ഉണ്ടാവുക നല്ല റെയിനി സീസണിലാണ് ഉണ്ടാവുക. റെയിനി സീസൺ. അപ്പോൾ അതിന് വാമല്ല വേണ്ടത്, കുറച്ചും കൂടി കൂളായിട്ടുള്ള ഏരിയകളിലാണ് ഉണ്ടാവുക. വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ആസാം ആ ഒരു ഏരിയകളിലാണ് ഇന്ത്യയിൽ മെജോറിറ്റി ജൂട്ട് പ്ലാന്റ്സിൻ്റെ കൾട്ടിവേഷൻ നടക്കുന്നത്.
ഇതെങ്ങനെയാണ് ജൂട്ട് പ്ലാന്റ് നോർമലി എങ്ങനെയാണ് ഹാർവെസ്റ്റ് ചെയ്യുക? അതിൻ്റെ ഫ്ലവറിങ് സ്റ്റേജിലാണ് ജൂട്ട് പ്ലാന്റ് ഹാർവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും? ദ സ്റ്റെംസ് ഓഫ് ദ ഹാർവെസ്റ്റഡ് പ്ലാന്റ്സ് ആർ ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഫോർ എ ഫ്യൂ ഡേയ്സ്. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ് ബാർക്ക് വെള്ളത്തിൽ മുക്കിയിടും. വെള്ളത്തിൽ മുക്കി കുറച്ച് ദിവസം ഇട്ടിട്ടാണ് ദ സ്റ്റെം റോട്ട്, സ്റ്റെം അവിടെ വെള്ളത്തിൽ കിടന്ന് റോട്ട് ചെയ്യുമ്പോൾ ഒന്ന് അഴുകുമ്പോഴാണ് എന്ത് കിട്ടുക? ഫൈബർ. അതുകൊണ്ട് ഹാൻഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ആ സ്റ്റെമ്മ് വാട്ടറിൽ കുറച്ച് ദിവസമൊക്കെ ഇട്ട് വെച്ച് അവിടെ വാട്ടറിൽ കിടന്ന് റോട്ട് ചെയ്യുമ്പോൾ ആ റോട്ട് അഴുകുക എന്ന് പറയില്ലേ, അങ്ങനെ അഴുകുമ്പോഴാണ് നമ്മൾ ഫൈബർ, ആ സ്റ്റെമ്മിൽ നിന്ന് ഫൈബർ ഹാൻഡ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുക. ഇപ്പോൾ അതേപോലെ ഹാൻഡ് ഉപയോഗിച്ചും മെഷീൻ ഉപയോഗിച്ചും ഒക്കെ നാച്ചുറലി സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫൈബർ ഐദർ കോട്ടണിന്നോ ജൂട്ടിന്നോ ഒക്കെ ഫൈബർ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? കുറേശ്ശെ ഫൈബർ എടുത്തിട്ട് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക, കണ്ടിന്യൂസ്ലി ട്വിസ്റ്റ് ചെയ്തിട്ടാണ് അതിനെ യാണാക്കി മാറ്റുക. ആ പ്രോസസ്സിനെയാണ് പറയുക സ്പിന്നിങ്. അപ്പോൾ കോട്ടൺ പ്ലാന്റിൽ നിന്ന് കോട്ടൺ സീഡിൽ നിന്ന് കോട്ടനെ കോംബ് ചെയ്തെടുക്കണേന് നമ്മൾ പറഞ്ഞത് ഗിന്നിങ്, JINNING, ഗിന്നിങ്. പിന്നെ കോട്ടൻ്റെയും അല്ലെങ്കിൽ ജൂട്ട് പ്ലാന്റിൽ നിന്നൊക്കെ ഫൈബർ നമ്മളെടുത്ത് ആ ഫൈബറിനെ നമ്മൾ യാണാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് പറയുക സ്പിന്നിങ്, SPINNING, സ്പിന്നിങ്. സ്പിന്നിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടൺ കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ 2 കൈ വെച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ട്വിസ്റ്റ് ചെയ്യുക, കണ്ടിന്യൂസ് ട്വിസ്റ്റ്. ആ പ്രോസസ്സിലാണ് കോട്ടൺ ഫൈബർ യാണായിട്ട് മാറുക. ആ പ്രോസസ്സിനെയാണ് സ്പിന്നിങ് എന്ന് പറയുക. ഈ സ്പിന്നിങ് നമുക്ക് ഹാൻഡ് യൂസ് ചെയ്തിട്ട് സ്പിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ഹാൻഡിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് തക്കളി, TAKLI, തക്കളി. തക്കളി എന്ന് പറഞ്ഞാൽ ഒരു അതിൻ്റെ പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. തക്കളി യൂസ് ചെയ്യും. പിന്നെ യൂസ് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് മെഷീനാണ് ചർക്ക നമുക്ക് അറിയുണ്ടാവും. നമ്മുടെ മഹാത്മാഗാന്ധി എപ്പോഴും ചർക്കയിലാണ് അദ്ദേഹം ഇങ്ങനെ യാൺ ഉണ്ടാക്കിയിട്ട് അവരുടെ ഡ്രസ്സിനുള്ള ഓരോ യാണും ഉണ്ടാക്കിയിട്ട് അവർ സ്വന്തമാണ് ക്ലോത്ത്സ് എല്ലാം ഉണ്ടാക്കിയിരുന്നത്. അതിനെയാണ് ഖാദി എന്ന് പറയുക. അങ്ങനെ മഹാത്മാഗാന്ധി ഉണ്ടാക്കിയിരുന്ന ഖാദി യാൺ എന്നാണ് പറഞ്ഞിരുന്നത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു 1956. ഖാദി ആൻഡ് വില്ലേജ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു ടു പ്രൊമോട്ട് ഖാദി. ഇനിയിപ്പോൾ യാണൊക്കെ ഉണ്ടായി. ഇനി യാണിന്ന് നമുക്ക് ഫാബ്രിക് ഉണ്ടാക്കണം. യാണിന്ന് ഫാബ്രിക് ഉണ്ടാക്കാൻ മെയിൻലി 2 ടൈപ്പിൽ ഉണ്ടാക്കാൻ പറ്റും. ഐദർ ത്രൂ വീവിങ് ഓർ ത്രൂ നെറ്റിങ് നമുക്ക് യാൺസിനെ ഫാബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ കോട്ടൺ പ്ലാന്റിൽ നിന്നാണെങ്കിലും ജൂട്ട് പ്ലാന്റിൽ നിന്നാണെങ്കിലും നമ്മൾ ഫൈബർ സെപ്പറേറ്റ് ചെയ്യും. ഫൈബറിനെ നമ്മൾ എന്ത് ചെയ്യും? സ്പിൻ ചെയ്തിട്ട് യാണാക്കും. യാണിന് നമ്മൾ എന്ത് ചെയ്യണം? യാണിന് ഫാബ്രിക് ആക്കാൻ ഐദർ നിറ്റിങ് ഓർ വീവിങ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സെറ്റ്സ് ഓഫ് യാൺസിനെ ടുഗദർ വെച്ചിട്ട് അതിൽ 2 സെറ്റ് ഓഫ് യാണിനെ ഇങ്ങനെ ഇൻ്റർമിങ്കിൾ ചെയ്ത് അറേഞ്ച് ചെയ്ത് ടൈറ്റാക്കിയിട്ടാണ് അതുണ്ടാക്കുക. ഹാൻഡ് ലൂമിലാണത് ചെയ്യുക. അത് അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ലൂം. അപ്പോൾ അതിന് ഹാൻഡ് വെച്ച് ലൂം ചെയ്യുന്നതിന് ഹാൻഡ് ലൂം എന്ന് പറയും. അങ്ങനെയാണ് ഹാൻഡ് ലൂം. പിന്നെ നിറ്റിങ്ങിൽ ഒരു സിംഗിൾ യാണാണ് യൂസ് ചെയ്യുക. നിങ്ങൾ മഫ്ലറൊക്കെ നിറ്റ് ചെയ്യും. 2 ബിഗ് നീഡിൽസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സെയിം ഒരൊറ്റ യാണെന്നാണ്. അതൊരു സാധാരണ സ്വെറ്ററൊക്കെ ഉണ്ടാക്കാനും ക്യാപ്പ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അതിന് നിറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് എന്ന് പറയും. മറ്റേത് വീവിങ് എന്നുള്ള പ്രോസസ്സ് പറയും. വീവിങ്ങിൽ 2 യാൺ യൂസ് ചെയ്യും. നിറ്റിങ്ങിലാണെങ്കിൽ സിംഗിൾ യാണായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ആകെ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. നിറ്റിങ്ങിലൊക്കെ സിംഗിൾ യാണല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സ്ട്രോങ് വളരെ കുറവായിരിക്കും. നമ്മൾ ഒരു യാൺ അങ്ങോട്ട് പിടിച്ച് വലിച്ചാൽ ഫുൾ ക്ലോത്ത് അങ്ങോട്ട് പോരും. നിറ്റിങ്ങിൻ്റെ ബുദ്ധിമുട്ട് അതാണ്. നേരെ മറിച്ച് വീവിങ് ചെയ്യുമ്പോൾ അത് ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ത്രെഡ് വലിച്ചാലും
അങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് വരില്ല. അങ്ങനെയാണ്. ഇതാണ് മെയിൻ 2 ഡിഫറൻസ്. അപ്പോൾ കോട്ടൺ റോളിനെ ഗിൻ ചെയ്ത് ഫൈബറാക്കും, ഗിൻ ചെയ്തിട്ട് സ്പിൻ ചെയ്ത് യാണാക്കും. യാണിനെ ഐദർ ത്രൂ വീവിങ് ഓർ നിറ്റിങ് കൺവേർട്ടഡ് ഇൻ ടു ഫാബ്രിക്. ഫാബ്രിക്സിനെ ഷീയിങ് മെഷീൻ ഉപയോഗിച്ച് ഡ്രസ്സാക്കും, ചെയ്യും. ഓക്കെ, ഞാൻ പിന്നെ ക്വസ്റ്റ്യൻ ആൻസറും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരും ഫോർ യുവർ ഈസി റെഫറൻസ്.